നമസ്തേ. എല്ലാരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ എന്നാ ചെയ്യാ, എല്ലാരും വെറുതെ പറയുമ്പോ ഇതിനകത്ത് ഞാനും ഉൾപ്പെടുമല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ഓണത്തിന്റെ ഒരുക്കങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇന്ന് അത്തമാണ്. അത്തം തുടങ്ങി 10ന്റെ അന്ന് ഓണം എന്നാണല്ലോ ചൊല്ല്. അതനുസരിച്ച് നമ്മൾ എല്ലാവരും ഓണത്തിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ദിവസം ആദ്യമായിട്ട് ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മുന്നോടിയായിട്ട് ഒരു ഓണാശംസകൾ പറയുക. എല്ലാവരും എന്നാ പറയുക, നമുക്ക് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു നാളുകളാണ് ഈ ഓണം എന്ന് പറയുമ്പോൾ. എല്ലാവരും വീട്ടിൽ വന്നു കൂടും. പ്രത്യേകിച്ച് ഈ 4 ദിവസം, ഓണത്തിനടുപ്പിച്ചുള്ള 4 ദിവസം അന്നേൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറയാം, എല്ലാ കസിൻസും കൂടിയേച്ച് ഒരു ഊഞ്ഞാല് കെട്ടലും അത്തപ്പൂ ഇടുക, സദ്യ എല്ലാം ഉണ്ടാവും. ഇന്ന് സദ്യ അല്ല വെക്കുന്ന കേട്ടോ, ഇന്ന് വെക്കാൻ പോകുന്ന ഒരു വ്യത്യാസം. ഞാൻ പറയില്ല, 4 ദിവസം അടുപ്പിച്ച് സദ്യ കഴിക്കാൻ നമുക്കും ഒരു മടുപ്പ് തോന്നുകയല്ലേ. അതുകൊണ്ട് ഇന്നൊരു വ്യത്യാസമായിട്ട് വെക്കാൻ പോവാ. ആനീസ് കിച്ചണിൽ അത്തം തുടങ്ങുമ്പോൾ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ഒരു നല്ലൊരു ഗസ്റ്റ്. നല്ല ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചേച്ചീനെ. നമ്മുടെ നാട്ടുകാരിയല്ല, പക്ഷെ നമ്മുടെ നാട്ടുകാരിയാണ്. ആ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ബേസിക്കലി ഇസ് എ വെജിറ്റേറിയൻ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പനീറിന്റെ ഒരു ഗ്രേവിയാണ്. അതിൻ്റെ കൂടെ ഒരു പാലക് റൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ, മിക്ക സാധനവും നമ്മുടെ വീട്ടിലുണ്ട്, എളുപ്പം ചെയ്യാൻ പറ്റുന്ന. ഇനിയിപ്പോൾ കുറച്ച് സാധനമേ ഉള്ളൂ പുറത്തുനിന്ന് കിട്ടുന്നത്. അത് നമുക്ക് ഒന്ന് കരുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്നാ വേണ്ടത്, ഇവിടെ ഞാൻ എന്നാ ചെയ്ത് കുറച്ച് ബാസ്മതി റൈസ് വേവിച്ച് വെച്ചേക്കുവാണേ. പിന്നെ ഇനിയുള്ള സാധനം എല്ലാം ഒരുമിച്ച് അരയ്ക്കാനുള്ളതാണ്. ഇത് ഒരു സവാള വലുത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും വേണ്ട, ഇതിൻ്റെ ഒരു ഇച്ചിരി മതിയാവും. പിന്നെ വെളുത്തുള്ളി ഒരു 1 or 2, വലുതാണെങ്കിൽ 1 ഇത് കുറച്ച് കാഷ്യുവാ, ഇതൊരിച്ചിരി കൂടുതലെടുത്തോ, ഒരു 12 മിനിമം. പിന്നെ ഒരു ഇച്ചിരി പച്ചമുളക് എന്ന് പറയുമ്പോൾ ഒരു 4 എടുത്തേച്ചാൽ മതിയേ. പിന്നെ കുറച്ച് ബട്ടർ. ഇനി വേണ്ടത് കുറച്ച് എന്താ പറയുക, ഒരു തക്കാളി എടുത്ത് വേവിച്ച് വെച്ച് അടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സാധാ തക്കാളി ഒന്ന് അരച്ച് വെച്ചാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പ്യൂരെ വാങ്ങിക്കാൻ കിട്ടും, അതെടുത്താലും മതി. ഇത് കുറച്ച് തൈര, ഇത് കുറച്ച് സ്പിനാച്ച്. ഇത് എന്നാത്തിനെന്നറിയോ, ഈ ചീര മേടിച്ച് വെച്ച് നമ്മളൊന്ന് നല്ലോണം കഴുകി തിളയ്ക്കുന്ന വെള്ളത്തിനകത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തേച്ച് വേണം ഇത് അരച്ചു വെക്കാൻ. ഇത് കുറച്ച് ഗരം മസാല, കുറച്ച് ഫ്രഷ് ക്രീം. ഇത് നമ്മുടെ റൈസിനുള്ള സെക്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മുടെ പനീറിനുള്ള സെക്ഷനാണ് ഞാൻ ഇനി സെക്ഷൻ പറയാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി പനീറാണ് മേടിച്ചത്. ഈ പനീർ എന്നാ ചെയ്യണമെന്ന് അറിയാം, ഞാൻ മുറിച്ചത് ഒരു ഇച്ചിരി ചെറുതായിപ്പോയി. അത് വേണ്ട, നമുക്ക് ഇച്ചിരി ബ്ലോക്ക് സൈസിൽ, കുറച്ചുകൂടെ വലിയ സൈസിൽ മുറിക്കുകയല്ലേ എന്ന് പറഞ്ഞ് മുറിച്ചാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇത് കറിയിലിടുമ്പോൾ ഈ സൈസാണ് നല്ലത്. പിന്നെ വേണ്ടിയ കുറച്ച് വറ്റൽമുളക് ചതച്ചത്, കുറച്ച് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ്, ഇത് കുറച്ച് വെളുത്തുള്ളി ചുട്ടതാണ്, അത് കുറച്ച് ഒരുപാടൊന്നും ചൂടണ്ട. നമ്മുടെ പപ്പടക്കമ്പിയെ കുത്തിയേച്ച് ഒരു 3 or 4 ചെയ്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയ കുറച്ച് മൈദ, പിന്നെ ഇത് കുറച്ച് പാല. ഇതെന്നാന്നറിയോ, പിസ്സ സീസണിങ്ങാ. പിന്നെ വേണ്ടിയത് കുറച്ച് ചീസ്. ഇത്രയും സാധനം വേണം. ഇത് വെച്ചേക്കുന്നത് മല്ലിയിലയാ. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ പാഴ്സ്ലി, തൈം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ബേസിൽ ലീവ്സ്, ഇങ്ങനെയൊക്കെ കുറേ നല്ല ലീവ്സ് കിട്ടും, അത് വയ്ക്കുക. നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്നാ, മല്ലിയിലല്ലേ. കറിവേപ്പില എടുക്കല്, മല്ലിയില മാത്രം. ഓക്കെ. ഇനി ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന പനീറില്ലേ, അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഈ റെഡ് ചില്ലി ഫ്ലേക്സ്, ഇത്രയും പനീറില്ലേ, അപ്പം പിന്നെ ഇച്ചിരി കൂടുതലിടാം, എരിവ് കൂടണ്ട. കുറച്ച് പിസ്സ സീസണിങ്സ്, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ്, പനീറിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇച്ചിരി ഉപ്പ്. ഇതിൻ്റെ കൂട്ടത്തിലാന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മല്ലിയിലയും കൂടെ ഒന്ന് അരിഞ്ഞിടേണ്ടത്. ഇപ്പം കുറച്ച് മല്ലിയില മതി, ബാക്കി ഇരിക്കട്ടെ. ഈ മല്ലിയില അരിയുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പം ആ മല്ലിയിലയുടെ മണം കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തേച്ച് നമ്മുടെ ഈ പനീർ ഇതിനകത്തോട്ടിടുക.
ഇത് ബ്ലോക്സ് ആയിട്ട് നമ്മൾ അരിയുമ്പോൾ ഉള്ളൊരു ഗുണം എന്നാണെന്നറിയാവോ? വറുത്തെടുക്കാൻ എളുപ്പമാണ്. ഇതിപ്പോൾ കൊച്ചു പാത്രം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ കുടഞ്ഞു എടുക്കുന്നത്. ഇല്ലേന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ പുരട്ടി എടുക്കുമായിരുന്നു. പക്ഷെ എന്നാന്നോ, പനീറല്ലേ, അങ്ങ് ഇച്ചിരി പൊടിഞ്ഞു പോയാൽ എന്നാ എടുക്കും. ഇച്ചിരി ഒറിഗാനോ ഉണ്ടെങ്കിൽ അതിടാം. ഇപ്പോൾ പിസ്സ സീസണിങ് തന്നെ കിട്ടിയില്ലെങ്കിൽ ഒറിഗാനോ നല്ലൊരു ചോയ്സാട്ടോ, അതിടാവേ. പനീർ ബേസിക്കലി കുറച്ച് മോയിസ്റ്റുള്ള കൂട്ടത്തിലാണ്. അന്നേരം നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിനകത്തെല്ലാം പിടിച്ചോളും. ഞാനായിട്ട് ഇളക്കാത്ത എന്നാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പനീർ ചിലപ്പോൾ പൊടിഞ്ഞു പോവേ, കൊള്ളുകയല്ല. ഓക്കെ, ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ചെയ്യുന്ന റൈസാണ് ചെയ്യാൻ പോകുന്നത്. റൈസിന് എളുപ്പമാണ്. ആദ്യം ഞാൻ ആ റൈസ് ചേർക്കാനുള്ള ഒരു എന്താ പറയുക, ഗ്രേവി ശരിയാക്കാൻ പോവാ. ഫസ്റ്റ് ഞാൻ അടുപ്പിൽ നമ്മുടെ പാൻ വെച്ചേച്ച് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി ബട്ടർ ഇട്ട് വെക്കാം. ലോ ഫ്ലെയിമാണ്. ഇത് അവിടെ കിടന്ന് ആവട്ടെ. ആ സമയം കൊണ്ട് കുറച്ച് സാധനം അരയ്ക്കാനുണ്ട്. എന്തുവാന്നറിയോ? നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു ഉള്ളി, ഇത് ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടിയത് ഈ ഇത്രയും വലിയ ഇഞ്ചി വേണ്ട, ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 1/4 ഭാഗം മതിയേ. ഇനി വേണ്ടിയത് 1 2 വെളുത്തുള്ളിയാ മാത്രം. പച്ചമുളക് ആണെങ്കിൽ ഒരു 3 to 4 ആവാം. ഞാൻ ഇപ്പം ചെറുതേ ഇടുന്നുള്ളൂ. ഞാൻ 4 പച്ചമുളക് ഇടുന്നുണ്ട്. ഇതിനെ നമുക്കൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഇച്ചിരി എന്താ പറയുക, അരച്ചെടുക്കുമല്ല, ഇച്ചിരി ചതച്ചെടുക്കാം. അല്ല അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ ഇത് ഇച്ചിരി ചതഞ്ഞാ വന്നേക്കുന്നത്, ഇതേ കാണാമല്ലോ. ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ അരയ്ക്കും. അണ്ടിപ്പരിപ്പ് എത്ര ഇടുന്നോ അത്രയും സ്വാദ് കൂടും. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ കപ്പലണ്ടി ഇടാം. ഇതാ ഒരു കുറച്ച് നല്ലതായിട്ട് അരഞ്ഞു. എന്നാൽ എന്താ പറയുക, അണ്ടിപ്പരിപ്പോടെ ഒരു ഇച്ചിരി അരയാനുണ്ട്. അതുകൊണ്ട് ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് അരയ്ക്കുവാണ്. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ അടുപ്പ് കത്തിച്ചേച്ച് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമേ ചെയ്താൽ മതി. കാര്യം എന്നാന്നോ, പെട്ടെന്ന് കയറി അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. ഇനി ഒരു ഇച്ചിരി തീ കൂട്ടിക്കോ. ഈ നമ്മുടെ ഈ അരപ്പിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ആ അരപ്പ് അങ്ങ് പെട്ടെന്ന് അടിയിൽ പിടിക്കുവേ. നമ്മൾ അടുത്ത് നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുവാന്നേൽ ചിത്തി കൂട്ടിയാൽ കുഴപ്പമില്ല. അതല്ല നമ്മൾ വീട്ടമ്മമാർക്ക് അന്നേൽ ഒത്തിരി പണിയുണ്ടാവും അടുക്കളയിൽ. അന്നേരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അടി പിടിച്ചെന്നിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. അതായത് നമ്മൾ ഈ ബിരിയാണിക്ക് വറക്കുന്ന പോലെയല്ല, അത് ബിരിയാണിക്ക് ചതയ്ക്കുന്ന പോലെയാ. മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ചത്, അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് നല്ലോണം അരച്ചെടുത്തേച്ച് ഇത് നമ്മൾ എന്നാ പറയുക, ഒരു തിക്ക് ഗ്രേവി ആവാൻ വേണ്ടിയാ. ഇതൊന്ന് നല്ലോണം ഒരു ബ്രൗൺ കളറായി എടുക്കണേ. നമ്മുടെ എന്താ പറയുക, ചിങ്ങം 1 തുടങ്ങുന്നത് പുതുവർഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം എന്താ ചെയ്യണ്ടേ? ഒന്ന്, നമ്മുടെ വീടിനുള്ളൊരു ശുദ്ധി. രണ്ടാമത്, നമ്മുടെ മനസ്സ് ശുദ്ധി എന്നാണ്. ഇതൊരു ബ്രൗൺ കളറാവണേ. അതായത് അതിൻ്റെ പച്ചച്ചോവയൊന്ന് മാറണം. അതായത് ഇത് പെട്ടെന്നാവും, വലിയ പ്രയാസമൊന്നുമില്ല, താമസമൊന്നുമില്ല. ഇപ്പം ദേ നോക്കിക്കേ, നമ്മുടെ ആ ഇട്ട ഉള്ളി എല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. അതായത് ബ്രൗൺ മീൻസ് ഭയങ്കര ബ്രൗൺ അല്ല, പക്ഷെ എന്നാലും ആ പച്ചച്ചോവയൊന്ന് മാറി. ഇത് ബട്ടറിൽ ഉണ്ടാക്കുമ്പോഴാട്ടോ കുറച്ചുകൂടെ സ്വാദ് വരുന്നത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ അതേണ്ട ഒരു തക്കാളി അരച്ചു വെച്ചതാ. ഇതിനി ഒരു എന്തായാലും പച്ചച്ചോവ മാറുമ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഇട്ട ബട്ടറിൻ്റെ ഒരു ശകലം ഒന്ന് തെളിഞ്ഞു വരുവേ. അന്നേരത്തേക്ക് അടുത്ത് ചേർക്കാവുള്ളൂ. ഇത് എന്തായാലും തക്കാളി കുറച്ച് തിളപ്പിച്ചേച്ച് അടിച്ചതാ. ഇനിയിപ്പോൾ പച്ചയായിട്ട് അടിക്കുവാന്നേ തന്നെ ഞാൻ പറയുന്ന പോലെ ഈ ഒരു സാധനം ചെയ്തേക്കണം. നമുക്കിപ്പോൾ കണ്ടതിനകത്തൊരു വാട്ടറി കണ്ടന്റ് ഉണ്ട്, അതങ്ങ് മാറിയേച്ചാൽ അതിൻ്റെ ഒരു പരുവം കറക്റ്റായിട്ടാണ് പറയുന്നത്.
ചിലർക്ക് ചിലപ്പോൾ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇടാൻ ഇഷ്ടമായിരിക്കും, മല്ലിപ്പൊടി ഇടാൻ ഇഷ്ടമായിരിക്കും. ആ ഫ്ലേവറാ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതിപ്പോ ഏകദേശം വറ്റാറായി. പക്ഷെ എനിക്ക് എന്നാന്നറിയോ, അടുത്ത നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ സ്പിനാച്ചിന്റെയും കൂടെ ചേർക്കണം. അന്നേരം ഇതിനകത്തും വെള്ളം ഉണ്ടല്ലോ, നമുക്ക് തന്നെ അരയ്ക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ നമ്മൾ അരയ്ക്കുന്നത്. അന്നേരം ഇതും കൂടെ ഒരു ഇച്ചിരി ഇതിനകത്തോട് ചേർക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അതിന്റെ വെള്ളം ഒന്ന് പറ്റട്ടെ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ഇച്ചിരി തൈര് കൂടെ ചേർക്കുക. അത് ഒത്തിരി വേണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെ നേരത്തെ ഇത് ചേർത്തതല്ലേ, തക്കാളി ചേർത്തതല്ലേ, നേരം പിന്നെ ഒത്തിരി ചേർക്കണ്ട. ഇതിന്റെ വെള്ളം ഒന്ന് പറ്റി വരാറായേ. അന്നേരത്തേന് ഞാൻ ഈ കൈക്കണക്ക് പറയുവാന്നേല് നമ്മൾ ഈ ഒരു പിഞ്ചെന്ന് പറഞ്ഞെടുക്കുവല്ലേ, അല്ലെങ്കിൽ പോട്ടെ ഒരു 1/2 ടീസ്പൂൺ കണക്കെടുത്ത് വെച്ചാൽ മതി. ഇച്ചിരി ഗരം മസാല. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേന് കുറച്ച് കൂടുതൽ ഇട്ടതായിട്ട് തോന്നും, പക്ഷെ ഞാൻ അങ്ങനെ ഇത്ര ഇട്ടിട്ടില്ല. ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നല്ലതായിട്ട് ഇതിനകത്ത് വരണം. ഇതിനകത്ത് ഇതുവരെ ഞാൻ ഉപ്പിട്ടിട്ടില്ല. എന്നാന്നറിയാമോ, നമ്മൾ എന്താ പറയുക, സ്പിനാച്ച് വേവിക്കുമ്പോഴും എല്ലാം ഇതിനകത്ത് ഉപ്പ് വരുന്നുണ്ട് ശകലം. എന്നാലും ഒരു എന്താ പറയുക, ഒരു പൊടിക്ക് ഒരു ചോറിന് ഉപ്പിടും വേവിക്കുമ്പോൾ. ഇതെല്ലാം കൂടെ നോക്കിയേച്ച് വേണം ഈ ഗ്രേവിയിലും കൂടെ ഉപ്പ് ചേർക്കാൻ. അപ്പം ഇതിനകത്തൊരു ശകല ഉപ്പ്. പിന്നെ ബട്ടറിനകത്ത് ഉപ്പുണ്ട്. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന സോൾട്ടഡ് ബട്ടറാണ്. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഓക്കെ, ഇതേ ഇപ്പം അതിൻ്റെ സൈഡൊക്കെ കണ്ടോ, നമ്മൾ ആ ചേർത്തിരിക്കുന്ന ബട്ടർ എല്ലാം ഇങ്ങനെ ഈ സൈഡ് ഒരു എണ്ണമയം ഇങ്ങനെ വരുന്നുണ്ട്. ഈ പരുവാകുമ്പോഴത്തേക്ക് ഇത് നമ്മളൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുക. പച്ചമുളകിന്റെ എരിവ് നോക്കിയേച്ച് പോരാന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പറയാം, കുറച്ച് എന്താ പറയുക, മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്തോളൂ. പക്ഷെ നമുക്ക് ഈ കറക്റ്റ് പച്ച കളർ കിട്ടുകയില്ല. ഇപ്പൊ തന്നെ നോക്കിക്കേ, ഞാൻ ആ ഒരു ഇച്ചിരി എന്താ പറയുക, നമ്മൾ ചേർത്ത ഏതോ ഒരു ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ ആ ഒരു സ്പിനാച്ചിന്റെ ഒരു കറക്റ്റ് കളർ വരാത്ത പച്ച കളർ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ ഞാനും ഇതുവരെ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ചോറ് പച്ചയാവും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിതൊന്ന് ഓഫ് ചെയ്ത് വെച്ച് ഈ ഗ്രേവീനെ ഞാനൊരു ബൗളിലേക്ക് മാറ്റുക. ഓക്കെ, ഇതേ പാൻ തന്നെ ഉപയോഗിക്കാം. കാര്യം ടെൻഷനൊന്നുമില്ല. നമ്മൾ ഗ്രേവി ചോറ് ചേർക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ബട്ടർ ചേർക്കാം, അത്രേ ഉള്ളൂ. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ചോറ് പോർഷൻ ബൈ പോർഷൻ നമുക്ക് ആ ഗ്രേവി ഇതിനകത്തോട്ട് ചേർക്കാം. ഇതിനകത്ത് റേസൻസ് ഇടുന്നവർക്ക് റേസൻസ് ഇടാം. ഈ പറഞ്ഞ പോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം, പിസ്ത, ഇഷ്ടം പോലെ നട്ട്സ് വേണ്ടിയവർക്ക് നട്ട്സ് ഒക്കെ ഇടാവേ. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ക്രീം ചേർക്കുക. നമ്മുടെ ചോറ് എപ്പോഴും ഡ്രൈ ആക്കി എടുക്കാൻ ശ്രമിക്കണേ. ഗ്രേവി ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചേർത്തോണം. കാര്യം നമുക്ക് ആ പച്ച നിറം കൂടാൻ പാടില്ല. ചിലർക്ക് പച്ച ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അങ്ങനെയുള്ളവർക്ക് ചേർക്കാം. ഇനി ഈ റൈസ് അവിടെ ഇരിക്കട്ടെ. ഈ റൈസ് അവിടെ ഇരുന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ഗ്രേവി ഉണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ അപ്രിസിയേഷൻ ആയിട്ട് തോന്നത്തില്ല, പക്ഷെ എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ഒരു നല്ല ടേസ്റ്റാണ്. ഒരു ഡിഫറെൻറ്റ്, സദ്യ എപ്പോഴും വേണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേണ്ടേ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ ഇതിനേക്കാട്ടിലും എളുപ്പമാണ്. ഇനി നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ഉള്ള ഗ്രേവി ചെയ്യട്ടെ. നമ്മുടെ റൈസ് സെക്ഷൻ ആയിട്ടുണ്ടേ. ഞാൻ എന്നാ ചെയ്യുന്നത്, അത് അടുക്കളയിലോട്ട് മാറ്റി. എന്ന് വെച്ചാൽ അതിനെ ഒന്ന് എന്താ പറയുക, പ്ലേറ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരടുപ്പായതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ചെയ്യാൻ ഒരു വൃത്തി വേണ്ടേ, അതാണ് സത്യം. ഇനി നമ്മൾ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പനീറാണ്. നമ്മൾ പനീർ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യാൻ പോകുന്നത്, ഇച്ചിരി ബട്ടർ ഇട്ടു. ഈ ബട്ടറും ചീസും ഒക്കെ ചേരുന്ന കാര്യമായതുകൊണ്ട് ടേസ്റ്റ് കൂടും, അത് വേറെ കാര്യം. നമ്മൾ കഴിക്കുകയും ചെയ്യും. അന്നേച്ച് നമ്മൾ അയ്യോ വണ്ണം വെച്ചെന്ന് പറയുകയും ചെയ്യും.
ഇതെല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് എന്നാണെന്നറിയോ, വർക്കൗട്ട് ചെയ്തോ, എന്നാലും രുചിയുള്ള ആഹാരം കഴിക്കാതെ പോകരുത്. നമ്മൾ ഒരു പ്രാവശ്യം കഴിക്കണം. ഇതുണ്ടോ, ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇത്രയും കൊച്ചായിട്ട് അരിഞ്ഞു കഴിഞ്ഞാലുള്ള മെനക്കേട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാ ചെയ്യാൻ, അരിഞ്ഞും പോയി. ഇനി ഇതിനെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണം. നമ്മുടെ ഷെഫൊക്കെ ചെയ്യുന്ന മാതിരി ഇങ്ങനെ ടോസ് ചെയ്തെടുക്കാനൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ എന്നാലും ഈ ഒരു തവി വെച്ചേച്ച് ഞാൻ ഇച്ചിരി ഒന്ന് മുരിച്ചെടുക്കാം. ഒരുപാട് മുരിയണ്ട, ബ്ലോക്ക് പീസസ് ആയിട്ട് നമ്മൾ ചെയ്യുവാന്നേൽ കുറച്ചുകൂടെ രസമാണ് അത് കാണാനായിട്ട്. ഇതും ഭംഗിയാ നേരെ ചൊവ്വെ വാർത്തെടുക്കുവാന്നേൽ. ഒരു ഇച്ചിരി സമയം, ഇത് വലിയ താമസമൊന്നുമില്ല. ഒത്തിരി അങ്ങ് മുരിഞ്ഞ് അതിങ്ങനെ ആവണ്ട. ഇതിന്റെ ഒരു വെള്ളത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് പോയി കിട്ടിയേച്ചാൽ മതി. ഇതുപോലൊരു തവി എടുക്കുന്നേക്കാട്ടിലും ചട്ടുകല്ലേ കൊച്ചേ കുറച്ചുകൂടെ ഭേദമെന്ന് ചോദിച്ചാൽ നേരാ. പക്ഷേ ഇനിയിപ്പോ ചട്ടുകൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേന് നേരെ അങ്ങ് പോകും. നേരെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗസ്റ്റ് വരാൻ സമയമാവും. ഇനിയിപ്പോൾ എന്നാക്കെ പരാതി ഞാൻ കേൾക്കണമെന്നുള്ളത് അറിയത്തില്ല, കാര്യം ഇച്ചിരി തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ വരാൻ പോകുന്ന ഗസ്റ്റ് അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചേച്ചിയാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം ചേച്ചിയോടുണ്ട്, ചേച്ചിക്ക് എന്നോടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഷീസ് എ പേഴ്സൺ ഓഫ് എ ഗുഡ് ഹാർട്ട്. ഇത് മൊരിയുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാ. മൊരിഞ്ഞില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റിന് കുറവൊന്നുമില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ വയസ്സെന്നവരുണ്ട്, പല്ല് ഇല്ലാത്ത അമ്മമാരുണ്ടാവും, അവർക്ക് ചവയ്ക്കാൻ ഒരു ഇച്ചിരി പ്രയാസമായിരിക്കും. അതായിരിക്കും, അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം, ഒത്തിരി മുരിക്കണ്ട, ഇച്ചിരി. ഇപ്പം ഇതിനകത്തെ വെള്ളം കംപ്ലീറ്റ് പോയി. ഇനിയിപ്പോൾ എന്നാന്നറിയോ, ഈ പനീർ അങ്ങ് മുരിയാനായിട്ട് തുടങ്ങുമേ. ആ സമയത്ത് നമ്മൾ നിശ്ചയിച്ചോണം നമുക്ക് ഏത് മുരുവിൻ്റെ അറ്റവാ വേണ്ട. ഭയങ്കര മുരുവ് വേണോ, കുറച്ച് മുരുവ് വേണോ, അതായത് ലൈറ്റ് ബ്രൗൺ 4 സൈഡഡ് ആയാൽ മതിയോ, അല്ലെങ്കിൽ ഒരു സൈഡ് ആയാൽ മതിയോ, ഇതൊക്കെ നമ്മൾ തീരുമാനിച്ചോ. വേണ്ടേ, നിങ്ങൾ ഈ പനീറിനകത്തോട്ട് നോക്കിയേച്ചാൽ അറിയാം. വേണ്ടേ, ഓരോ പോർഷൻ ബൈ പോർഷൻ, ഓരോ സൈഡ് ബൈ സൈഡ് അതങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് നോക്കിക്കോണം. ചിലർക്ക് ഒരുപാട് എരിവൊന്നും ഇഷ്ടമല്ല, ചിലർക്ക് നല്ലോണം എരിവ് ഇഷ്ടമാണ്. എനിക്കിപ്പോൾ വേണ്ടേ ഇത്രയും മുരുവും മതി. കാര്യം എന്നാന്നോ, ഒത്തിരി അങ്ങ് കാട്ടിയായ കൊള്ളുകയില്ല. അതുകൊണ്ട് ഞാനൊരു ബൗളിലേക്ക് ഇതങ്ങ് വറുത്തതുള്ളതങ്ങ് മാറ്റുക. കുറേശ്ശെ വീതം അങ്ങ് എടുത്തോ. എന്നാന്നോ, ബാക്കി മുരിയുന്ന ഇച്ചിരി ഒന്ന് മുരിഞ്ഞോട്ടെ. അപ്പം നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് തട്ടിയേച്ച് എല്ലാം മുരിഞ്ഞൊന്നും അങ്ങ് കണക്കാക്കുകയും വേണ്ട. ഇനി അതിനകത്തൊരു ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ട്. ഇത് ഞാനൊന്ന് മാറ്റുക. നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇല്ലേലുണ്ടല്ലോ ചിലപ്പോൾ എരിവ് കൂടി തന്നെ എടുക്കും. ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ബട്ടർ ഇടുക. കൊച്ചേ ഇത് മുഴുവൻ ബട്ടറാണല്ലോ എന്ന് പറയരുത്, നല്ലപ്പോഴല്ലേ, എന്നൊന്നും ഞാൻ പറയുകയില്ലല്ലോ. എന്നാലും രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ ചേർന്നില്ലേ പറ്റിയല്ല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, അതൊരു ഒത്തിരി വേണ്ട കേട്ടോ, ഒരു ചെറിയ ഉള്ളി ആയാലും മതി, ഇത്ര മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 ഉള്ളി, അതായത് വെളുത്തുള്ളി ചുട്ടെടുത്തതാ, ഇതൊന്ന് അരിയണം. നമ്മൾ ചില സമയം ബേൺ ഗാർലിക് ഫ്രൈഡ് റൈസ് കഴിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ഫ്ലേവർ വരും. അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ സാധാ പച്ചയ്ക്ക് ഒന്ന് ചേർത്തേച്ചാലും മതി. ചിലർക്ക് വെളുത്തുള്ളി ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കും. ഇതിൻ്റെ കൂടെ ഇച്ചിരി ഇട്ടാൽ നല്ലതാട്ടോ. അതായത് നേരത്തെ നമ്മൾ ചോറ് വെച്ചില്ലേ, ആ സമയത്ത് ബ്രൗൺ ആയില്ലേ എന്ന് പറഞ്ഞ കൂട്ടി ഇത് ബ്രൗൺ ആവണം. ഇനിയിപ്പോൾ അഥവാ ഞാനൊരു സത്യം പറയാം, ഇതിനകത്ത് ഞാൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇത്രയും സാധനം ബാക്കി വന്നില്ലേ, ഇനിയിപ്പം നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് ചേർക്കണം, ഇതെല്ലാം ചേർക്കേണ്ടതാ. അപ്പം ഇത് ബാക്കിയുണ്ട്, ഇത് ചേർത്തേച്ചാലും മതി. അതല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഇതായാലും ഇത് ചേർക്കണം സെപ്പറേറ്റ്. ഞാനതുകൊണ്ട് കരുതിയിട്ടുണ്ട്, എരിവ് അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതൊരു ഇച്ചിരി ലോങ് പ്രൊസീജിയർ ആണെന്ന് തോന്നും, പക്ഷെ അല്ല കേട്ടോ. ഇച്ചിരി തീ കൂട്ടി വെച്ചേച്ച് കൂടെ തിന്നേച്ച് അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി, പെട്ടെന്നാവും. ഇനിയിപ്പോൾ എന്താ അറിയോ, തീ നല്ലോണം കുറയ്ക്കാതെ ബ്രൗൺ ആയി ഉള്ളി. ഇനി ഇതിനകത്തോട്ട് ഞാനൊരിച്ചിരി മൈദ ഇടാൻ പോവാ. കുറച്ച് മതി, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടോ. എന്നിട്ട് ഈ മൈദയുടെ ഒരു പച്ചപ്പും കൂടെ ഒന്ന് മാറ്റണം. ആ മൈദ ഒന്ന് വേവണേ. ഇച്ചിരി തീ കൂട്ടിക്കോ.
എന്നും പറഞ്ഞാൽ അങ്ങ് കൂട്ടരുത്, ഇച്ചിരി പെട്ടെന്ന് അങ്ങ് ആയിപ്പോവും, ചെയ്യരുത്. ഇനി ഇതിനകത്തോട്ട് മൈദ ഒരു ഇച്ചിരി മൂത്തു, ഞാൻ അതേണ്ട പാലൊഴിക്കുക. അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒഴിച്ചേച്ചാൽ മതി. കാര്യം എന്നാന്നോ, ഇത് ചിലപ്പോൾ കട്ട കിട്ടും. ആ ലംസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇച്ചിരി പ്രയാസമല്ലേ അത് ശരിയാക്കിയെടുക്കാൻ. പക്ഷേ നമ്മൾ ചെയ്യും തോറും ആ കട്ട അങ്ങ് മാറിക്കോളും, അത് വേറെ കാര്യം. എന്നാലും ഞാൻ പറയുമ്പോ എല്ലാം പറയുക. ഇനി ബാക്കി പാലൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇനിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം കട്ടകട്ടാന്നാവും. ഇതിനകത്ത് ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ ഉപ്പ് ഫസ്റ്റ് ഇടുകയല്ല. അതിന് പകരമായിട്ട് ഞാനൊരു ഇച്ചിരി കുരുമുളക് ഇടുക. ഈ കുരുമുളക് ഇടുമ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ഇതിനകത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ഇച്ചിരി കുരുമുളക് ഇടാനായിട്ട്. എന്നാലും കുരുമുളക് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതാണ്. ഇതവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഇവിടെ കുറച്ച് ഫ്രഷ് ക്രീമുണ്ട്, അത് ചേർക്കണം. ഇനി മോസറല്ല ചീസോ ചെഡാ ചീസോ അങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. സാധാ ചീസ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും, അത് മേടിച്ചേച്ചാലും മതി. ഇത് തിളച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചിത്തി ഒന്ന് ലോ ആക്കിക്കോ. എനിക്കിതിനകത്ത് ചീസ് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ആണ് ഈ ചീസ് ഇടുമ്പോൾ. ഇപ്പം ഈ ചീസിനും ഉപ്പുണ്ട്, ബട്ടറിന് ഉപ്പുണ്ട്, ഇതെല്ലാം ഉപ്പുണ്ട്. അപ്പം അത് നോക്കിയേച്ച് വേണം നമ്മൾ പിന്നെ ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ നമ്മൾ പനീറിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഓൾറെഡി ചില്ലി ഫ്ലേക്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. അപ്പം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇനി ചേർക്കരുത്. എൻ്റെ തമ്പുരാനെ ഞാൻ മുഴുവൻ ഇടുവാന്നേ. ഇനി എന്നെ ചീത്ത വിളിക്കുമെന്ന് അറിയത്തില്ല. വിളിക്കുന്നെങ്കിൽ വിളിക്കും, വിളിക്കണ്ടാണെങ്കിൽ വിളിക്കും. അടുക്കള കുളവാ. ഓക്കെ. അയ്യോ ഹലോ, എന്താണ്? അയ്യോ 5 വർഷമായി പറയുന്നു എന്നെ വിളിച്ചിട്ട്. 5 വർഷമായി എന്താ വിളിക്കാത്ത? ഇങ്ങനെ പുതു വീട് ഉണ്ടാക്കി, പുതു ഇതൊരു നല്ല വേറെ പരിപാടി ഉണ്ടാക്കി, എന്താ എന്നെ വിളിക്കാത്തത്? എന്റെ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ എന്നെ വഴക്ക് പറയുന്നത്. ചേച്ചി സോറി പറഞ്ഞ കേക്കോ? അല്ലല്ലേ? സോറിയില്ല, എനിക്ക് ഇത് വഴി ഇത് നല്ല കൊടുത്താലേ ചിലപ്പോ തൃപ്തിയാവും. ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ വഴക്ക് പറയാനാണോ വന്നേ? ഈ ചേച്ചിയോട് എന്നാ പറയാനാ ഞാന്. I'm so happy. I'm also happy. സത്യം സത്യം. ചേച്ചി എന്താറിയോ, ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആണോ? It doesn't mean that I have to call you all the time and say hello. അത് ശരിയാ. But still our love in our heart is always there. അതെ. ഇന്ന് ഓണമാണ്, എനിക്ക് ചേച്ചിയെ വേണം എന്ന് എനിക്ക് ഭയങ്കര. അതായത് നമ്മുടെ ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. ടുഡേസ് അത്തം ആണോ? ടുഡേസ് അത്തം. ഞാൻ ഒരു കാര്യപ്പെട്ട, എന്റെ നക്ഷത്രം അത്തമാണോ? വെരി ഗുഡ് ചേച്ചി. അത് പോട്ടെ, ഈ അടുക്കളയോട് കയറി വന്നാൽ ഞാൻ ഇത് തീർക്കുന്നതാണ് വിചാരം. ഞാൻ തിരിച്ചിരി വഴക്കുറട്ടെ. എന്താ പറയൂ? ഞാൻ ഇവിടെ കൂടെ കയറി വന്നാ I have not yet finished my curry. ആണോ? അതെ. ചേച്ചി ഒരു കാര്യം ചെയ്യൂ, എന്റെ പുതിയ വീട് കണ്ടില്ലല്ലോ? ഇല്ല. ചേച്ചി ഒന്ന് കറങ്ങി നടന്ന് കണ്ടിട്ട് വരുമ്പോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ചേച്ചി ഇതുവഴി പോയി എന്റെ വീട് ഫുൾ കണ്ടിട്ട് വരൂ. ഓ ബ്യൂട്ടിഫുൾ പൂക്കളം. സോ ഹാപ്പി ഇതെല്ലാം കണ്ടിട്ട്. ഓക്കെ, വിളിക്കണേ. വിളിക്കും ചേച്ചി, അവിടെ ഇരിക്കണം, എവിടെ പോലെ. ഓക്കെ 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 ഓക്കെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ടൈം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാൻ പോവാം. ഓഫ് ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, കണ്ടോ? ഇത് ഇരുന്ന് കട്ടിയാവും. അഥവാ കട്ടിയാവുകയാണെങ്കിൽ നമുക്ക് ചൂട് പാല് ചേർക്കാം, അതല്ല തിളച്ച വെള്ളം ചേർക്കാം. ഇത് എന്നിട്ട് നമ്മുടെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു ഉപ്പും എരിവും പുളിയും എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുള്ളതിടാം. ഇനി പേര് കൂടുതലാണെന്ന് വിചാരിച്ചു, ശർക്കര ഒരു ഫ്ലേവറിങ് ഏജൻറ്റ് മാത്രമാണ് നമ്മുടെ ഈ ഒരു പിസ്സ സീസണിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടുക. ഇതൊരു നല്ല മണമാണ്. എന്നിട്ട് ഇവിടെയാണ്
നമ്മൾ ശരിക്കും പാസ്ലേ ലീവ്സൊക്കെ അതിനകത്ത് ഇടുവാണെങ്കിൽ അത് മതി. ഇത് ഞാൻ സേഫ് സൈഡാണ് ചെയ്യുന്നത്. എന്നാന്നോ അതിനകത്ത് ഇനിയിപ്പോൾ ഇടുമ്പോൾ ചിലപ്പോൾ പനീറിനകത്തും ഉണ്ട് മുളക്. അന്നേരം എങ്ങാനും കൂടിപ്പോയാലോ എന്ന് പേടിച്ച് വെച്ചാൽ ഞാൻ പ്രത്യേകം ഇടുക. ഇനിയിപ്പോൾ ഒരു ഇച്ചിരി കളർഫുൾ ആവാൻ നമ്മൾ പനീർ ഇടുമ്പോഴത്തേന് റെഡ് ആവും. എന്നാലും ഞാൻ പ്രസൻറ്റേഷനിൽ കാണിക്കാം. ചേച്ചി വീട് കാണാൻ പോയേക്കുക. എന്നാലും നമ്മുടെ വീട്ടിൽ ചേച്ചി ഇത്രയും കൊല്ലം കഴിഞ്ഞ് വെച്ച് വരുമ്പം വീട് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു മര്യാദയുണ്ട് അല്ലേ. ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം വൃത്തിയാക്കി ചേച്ചീനെ വീടും എല്ലാം കാണിച്ച് നമുക്ക് വിശേഷം പറയാൻ തുടങ്ങണ്ടേ. ചേച്ചി, എന്റെ വീട് ഇഷ്ടായോ? ഭയങ്കര ഇഷ്ടമായി. എല്ലായിടം കണ്ടോ? എല്ലാ സ്ഥലവും എല്ലാം ഇഷ്ടായി. ഓ, എനിക്ക് അത് കളർ കോമ്പിനേഷൻ ഇഷ്ടമായി. ഓക്കെ, നല്ല കാറ്റ്, നല്ല ഇത് വളരെ സൂതിങ് ആണ് വീട്. താങ്ക് യു ചേച്ചി. ഞാൻ ഫിലിം ഫീൽഡിൽ വരുമ്പോ അല്ലേ, ഞാൻ ഫസ്റ്റ് ഒരാളോട്, ഒരു ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി ഫിലിം ഫീൽഡിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഡാൻസ് മസ്റ്റ് ആണോ ചോദിച്ചു. ഞാൻ ചോദിച്ച ആരോടാ, എന്റെ 4th ഫിലിം മഴയത്ത് മുൻപേ സമയത്ത് ഞാൻ ചെന്ന് ശോഭന ചേച്ചിയോട് ചോദിച്ചു, എനിക്ക് ചേച്ചി ഒരു സ്റ്റെപ്പ് വെക്കാൻ അറിയാൻ മേല, ഉള്ള നേര് ഞാൻ പറയുക. അപ്പൊ ചേച്ചി പറഞ്ഞു വലിയ അത്യാവശ്യമൊന്നുമില്ല. ഡു യു അഗ്രി വിത്ത് ദാറ്റ്? ഐ അഗ്രി വിത്ത് ദാറ്റ്. ആവശ്യമില്ല. ബിക്കോസ് ചിലപ്പോ പണ്ട് ആ റിതം സെൻസ് എല്ലാം മസ്റ്റ് ഐ തിങ്ക് സോ. ബിക്കോസ് കുറെ പാട്ടിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു, സ്റ്റെപ്പ് ഇടാനുമായിരുന്നു. ഇപ്പോ ആക്ടിങ്ങിന് വെച്ചാല് വളരെ നാച്ചുറൽ ആയിട്ട് ഞങ്ങൾ ക്യാമറ മുമ്പ് ഇരുന്നാൽ അത് മതി. സോ അതൊക്കെ ഇത് അഭിനയിക്കേണ്ട അത് വലിയ കാര്യമാണ്. ബിക്കോസ് ഐ ഫീൽ അതൊക്കെ നമുക്ക് ഒരു ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് വേണം. ഞാൻ ഇത് ചെയ്താൽ മതി, അത് റീച്ച് ആവും. ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. നമ്പർ 2, നമുക്ക് ഉള്ള ഒരു ഓണസ്റ്റി വേണം. അല്ലെ, നമുക്ക് ഉള്ള ഇഫ് യു ഡോണ്ട് ഫീൽ സംതിങ്, ക്യാമറ അത് കണ്ടുപിടിക്കും. സോ ഐ ഫീൽ അതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. സത്യം, ഫ്രം ഇൻസൈഡ്. പക്ഷെ ചേച്ചിയോട് എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യം പറയാനെന്തറിയോ, ചേച്ചി യുവർ ഐസ് ആർ സോ എക്സ്പ്രസീവ്. ഭയങ്കര ചേച്ചിയുടെ കണ്ണിന് കഥ പറയാൻ പറ്റും. ഐ മീൻ യു ക്യാൻ ടെൽ സോ മച്ച് ഓഫ് സ്റ്റോറീസ്. ചേച്ചിക്ക് ഇപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വേണ്ട, ബട്ട് ചേച്ചിയുടെ കണ്ണ് ഭയങ്കരമായിട്ട് പറയും. ഒരു നോട്ടം കൊണ്ടായാലും ഒക്കെ ഇല്ലേ, യു ക്യാൻ സേ എവറിത്തിങ്. ഞാൻ നേരത്തെ പറയുന്നില്ലേ, താങ്ക് യു. അതൊരു എനിക്ക് അത് മോസ്റ്റ് ഓഫ് ദ ടൈംസ് അഡ്വാൻറ്റേജ് ആണ്, സംടൈംസ് ഡിസ്അഡ്വാൻറ്റേജ് ആണ്. കാരണം എസ്പെഷ്യലി ക്യാമറയില്, കാരണം കുറച്ച് ഇങ്ങനെ ചെയ്താൽ ഭയങ്കരമായിട്ട് തോന്നും. ഞാൻ ടോൺ ഡൗൺ അത് എന്റെ. ആൻഡ് ഓൾസോ എന്താ പറയുക, എന്റെ ഉണ്മ നേച്ചർ ഞാൻ കുറച്ച് ആനിമേറ്റഡ് ആണ്. എനിക്ക് ഇങ്ങനെ എപ്പോഴും. സോ അത് ടോൺ ഡൗൺ, ഒരു ശാന്തമാക്കി ടോൺ ഡൗൺ ചെയ്യാൻ അതൊരു കാര്യമാണ്. അപ്പൊ ഡാൻസ് പഠിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. എനിക്ക് ആക്ച്വലി അറിയില്ല. ഡാൻസ് പഠിക്കാന് നമുക്ക് എക്സ്പ്രഷൻ വരും, ആ കണ്ണിലെ എക്സ്പ്രഷൻ വരും. പക്ഷെ ഞാൻ കുറെ ഡാൻസേഴ്സ് കണ്ടിട്ടുള്ള അവര് ഓഫ് ദ സ്റ്റേജ് ഒരു വളരെ ശാന്തമായിട്ട് ഇരിക്കും. ബട്ട് ഐ എം ലിറ്റിൽ ബിറ്റ് എക്സൈറ്റബിൾ. സോ അത് വരും പക്ഷെ അത് നല്ലതല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ദൈവം ഓരോരുത്തർക്ക് ഓരോ കഴിവ് തരുന്നുണ്ട്. ശരി. അപ്പൊ ചേച്ചിക്ക് ഡാൻസിനോടാണ് ഏറ്റവും കൂടുതൽ ഈശ്വരൻ അനുഗ്രഹിച്ച് ഒരു ബ്ലെസ്സിങ് കിട്ടിയത്. അപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ ചേച്ചി, അത് 2 കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരണം. ഒന്ന്, ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ചേച്ചിക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ നിന്നുകൊണ്ട് ഡാൻസ് ഒന്നും പറ്റത്തില്ലല്ലോ. ഞാൻ ചോദിക്കുന്നതേ തെറ്റാ. പിന്നെ പാട്ട് പാടാം, അത് ഇവിടെ വെച്ച് പറ്റും. പക്ഷേ ചേച്ചിയുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ചെയ്യാൻ പറ്റും. ഞാനൊരു പാട്ടിട്ട് തരാം. ഓക്കെ, റെഡി? ഓക്കെ. என்ன தவம் செய்தனை, என்ன தவம் செய்தனை யசோதா, என்ன தவம் செய்தனை யசோதா, என்ன தவம் செய்தனை யசோதா, என்ன தவம் செய்தனை யசோதா, எங்கும் நிறை பரபிரம்மம் அம்மா வென்றழைக்க என்ன தவம் செய்தனை
என்ன தவம் செய்தனை யசோத எங்கும் நிறை பரபிரம்மம் அம்மா வென்றழைக்க என்ன தவம் செய்தனை. മനസ്സിലായോ ഞാൻ ചെയ്തത്? എന്റെ ഈശ്വര, ഞാനിത് വല്ലതും പഠിച്ചിരുന്നെങ്കിൽ എന്തേ നന്നാവുമായിരുന്നു തോന്നുന്നില്ല. ഇനിയിപ്പൊ ചേച്ചിക്ക് എന്നെ പഠിപ്പിക്കണമെന്ന് തോന്നിയാലും നമ്മൾ ഈ ഒരു സെന്റൻസ് ആയിട്ട് ഇരിക്കുള്ളൂ ഈ ജന്മം മുഴുവൻ. വെരി സോറി. ചേച്ചി ഡാൻസ് ചെയ്യുമ്പോ യു ബിക്കം യശോദ അല്ലേ? Yes, yes, you ലൈക്ക് ഹൗ വി ഡു ദ ക്യാരക്ടേഴ്സ് അല്ലേ? ശരി. same. ഇത് കുറച്ച് ചേച്ചി പറഞ്ഞാലേ കുറച്ചുകൂടെ എക്സ്പ്രസീവ്. but the beauty is നമുക്ക് കുറച്ച് പിന്നാടി കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ ആൻഡ് ഇമോഷൻസ് കുറച്ച് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് യു തിങ്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ ആക്ച്വലി ചെയ്തില്ല. ഈ പദം ഞാൻ ഒരിക്കലും ഞാൻ സ്റ്റേജിൽ ചെയ്തില്ല. ഇതേ ഉള്ളൂ. And but I heard ഇപ്പൊ I thought okay, I just ഒരു സെൻസിൽ നമുക്ക് ഞങ്ങൾ ഇംപ്രവൈസ് ചെയ്യും. പക്ഷെ ചേച്ചി അത് എനിക്ക് ചേച്ചിയുടെ മൂവ്മെന്റ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ആ ഒരു പെർഫെക്ഷൻസ് ആണോ? ചേച്ചി ഡെഫിനറ്റ്ലി ഹാവ് ടു സ്റ്റാർട്ട് എ സ്കൂൾ ഇൻ കൊച്ചി. ഓക്കെ ഓക്കെ ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ 2 കാര്യം പറഞ്ഞ ചേച്ചി എടുത്തു. ഒന്ന് ഡാൻസ്, നെക്സ്റ്റ് പാട്ട്. അമ്മ വാസ് എ ഗുഡ് സിംഗർ അല്ലേ? കർണാട്ടിക് ഒക്കെ നല്ലോണം പാടും. പക്ഷെ ചേച്ചി അതിനെക്കാട്ടിലും ഉപരി ചേച്ചി ഡാൻസിലേക്കാണ് ഏറ്റവും കൂടുതൽ വന്നത്. അതെ, ആക്ച്വലി കറക്റ്റ് ആണ്. നമ്മുടെ വീട്ടിൽ ആരും ഡാൻസ് അതുവരെക്കും ആരും പഠിച്ചിട്ടില്ലായിരുന്നു. ബട്ട് എനിക്ക് ഞാൻ ഐ റിമെമ്പർ ഓഫ് കോഴ്സ് ഫ്രോം ചൈൽഡ്ഹുഡ് ചിലപ്പോൾ എൻ്റെ രക്തത്തില് ഇത് വന്നിരിക്കാം, ഭയങ്കര റിതം സെൻസ്. ഐ തിങ്ക് ഇറ്റ്സ് കം ഫ്രം അമ്മ. ആൻഡ് യു നോ, ആൻഡ് നമ്മുടെ ഈ കുടുംബങ്ങളെല്ലാം എല്ലാവരും അമ്മമാര് എല്ലാവരും ഒരു അറ്റ്ലീസ്റ്റ് അവർക്ക് ടാലന്റ് ഉണ്ടോ ഇല്ലയോ. എൻ്റെ അമ്മ സത്യം വളരെ ടാലന്റഡ് ആയിരുന്നു. ബട്ട് വേറെ ഇഫ് ഐ ലുക്ക് അറ്റ് മൈ ഡാഡ് സൈഡ് ഓൾസോ എല്ലാവരും ഒരു വീണ ക്ലാസ്, ഒരു പാട്ട് ക്ലാസ്. എൻ്റെ അമ്മേൻ്റെ അമ്മ ഓൾസോ ഭയങ്കര ടാലന്റഡ് സ്മാർട്ട് ലേഡി. ബട്ട് എന്താ പറയാം, ഞാൻ ഈവൻ വെൻ ഐ വാസ് വെരി യങ് ഐ റിമെമ്പർ എൻ്റെ അമ്മ വളരെ ക്രിയേറ്റീവ് ലേഡിയാണ്. സോ ഈവൻ ഡയലോഗ് അമ്മ സംടൈംസ് പാടല് പറയും, ഞാൻ അതേ പാട്ടില് ബദൽ തരും. So she would say like suppose കന്നഡത്തില്, this I've not actually shared in any but yeah, suppose in Kannada you'll say they call me Lachu at home. So suppose you say Lachu, ನೀನ್ ಇವಾಗ ಊಟ ಮಾಡ್ತೀಯ, ನೀ ಊಟ കഴിക്കാൻ വാ, ನೀನು ಇವಾಗ ಇಪ್ಪೋ കഴിക്കാൻ വാ, നീ നീ കഴിക്കാൻ വരൂ, കഴിക്കാൻ വരുവോ. അപ്പൊ so Amma would say, I remember all this also about it. Amma say Lachu ಈಗ ಊಟ ಮಾಡ್ತ್ಯಾ. Then I say ಇಲ್ಲ ಅಮ್ಮ ಊಟ ಬೇಡ. So sometimes we would have conversations like this, kutti things. So nice alla. Yeah, it was just she was very creative അങ്ങനെയല്ല. And I think rhythm, so എനിക്ക് അറിയാം, ഞാൻ ഏതെങ്കിലും അപ്പോല MS സുബ്ലക്ഷ്മിന്റെ പാട്ട്, അമ്മയുടെ പാട്ട്, സോ ഏതെങ്കിലും ഒരു ശ്ലോകം വെച്ചാൽ എനിക്ക് ഭയങ്കര ഈ മുദ്രന്റെ ഫാസിനേഷൻ ഇങ്ങനെ ഇടണം. സോ ഞാൻ തന്നെ എന്തെന്തോ കമ്പോസ് ചെയ്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അമ്മക്ക് പറഞ്ഞു, അമ്മ എനിക്ക് ഡാൻസ് പഠിക്കണം. സോ അതൊരു നിർബന്ധം. I formally started at the age of 8. Before that ചേച്ചി പറഞ്ഞു, so I wanted, Amma, when will you take me to dance class, when I want to learn dance. So Amma വിചാരിച്ചു ചുമ്മാ പറയുക, ഓക്കെ അവൾക്ക് എപ്പോ ഈ ഇൻട്രസ്റ്റ് അപ്പോ വീട്ടാക്ക. ഇപ്പൊ എന്തോ ഈ കുട്ടി, നമ്മുടെ കുട്ടി, ഷീസ് വാണ്ടിങ് ടു. ബട്ട് അത് അങ്ങനെ സംഭവം നിങ്ങ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ജന്മത്തിലെ ഒരു ദൈവം തന്നെ കഴിവായിരിക്കാം. സോ അങ്ങനെ പോയി. ഓക്കെ. ഇപ്പൊ ചേച്ചിക്ക് കുഞ്ഞുനാള് മുതൽ ഡാൻസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് ആക്കി. ഇപ്പം ശരിക്കും പറഞ്ഞ ചേച്ചി ഇപ്പൊ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. Yes, my guru also keeps saying, you know, learn so much, you must pass on. I should start maybe small. എനിക്ക് എപ്പോഴും ഈ ഒരു I don't want to say like a factory, but വലിയ സ്കൂൾ പോലെ എനിക്ക് അങ്ങനെ പേടിയാ ശരിക്കും. I like ഒരു സ്മോൾ, എല്ലാത്തിലും I like സ്മോൾ സ്കെയിൽ. ഞാൻ അങ്ങനത്തെ ഒരു ആളാണ്. So maybe few students
ഐ ഗ്രോ വിത്ത് ദം. അങ്ങനെ ഉദ്ദേശം ഐ വിൽ സ്റ്റാർട്ട്. ബട്ട് സ്റ്റിൽ ചേച്ചി ഇപ്പം ഒത്തിരി കുട്ടികൾ വന്നു കഴിയുമ്പോൾ അല്ലേ ഇതേപോലെ ചേച്ചിയുടെ ഉള്ളിലോ കുഞ്ഞുനാളിലുള്ള പോലെ തന്നെ ഒത്തിരി കുട്ടികൾക്ക് കാണില്ലേ ഇപ്പൊ ചേച്ചിയുടെ കൂടെ പഠിക്കണം എന്നുള്ളത്. അപ്പൊ വാവ്, ഞാൻ ആക്ച്വലി ഇങ്ങനെ ചിന്തിച്ചില്ല. ഐ വാസ് ലൈക്ക് ദാറ്റ്. ശരിയാ, ശരിയാ. ഞാൻ കുഴപ്പമില്ല. താങ്ക് യു. ദിസ് ഇസ് വെരി അട്രാക്റ്റീവ്. ഫസ്റ്റ് ടൈം കേരളയിൽ വരുമ്പോ സദ്യ ആരാ തന്നെ? ഫസ്റ്റ് സദ്യ എന്റെ പക്ഷേ ഫസ്റ്റ് ടൈം വരുമ്പോ സദ്യയെ കുറിച്ച് അറിയോ? ഇല്ല. ബട്ട് എങ്ങനെ എന്റെ രണ്ടാമത്തെ ദിവസം, ഐ തിങ്ക് ഒരു മൂന്നാമത്തെ ദിവസം ഷൂട്ടിങ്ങില് അറിയാനങ്ങളുടെ വീട്, എല്ലാരും പറയാ ഇന്നത്തെ ഓണസദ്യ. എനിക്ക് ഓണം അറിയില്ല, പക്ഷെ എല്ലാരും വീട് മുന്നാടി ഈ പൂക്കളം വെക്കല്ലോ. അതൊരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചായിരുന്നു ഒറ്റപ്പാലത്തില്. സോ ഞാൻ ഈവനിങ് നോട്ട് നോൺ നത്തിങ് അല്ലേ, വാക്കിംഗ് പോവും, എല്ലാം കുട്ടി വീട് കാണും, എല്ലാരും വീട് മുന്നാടി ഒരു ഇത് ദീപം ആൻഡ് ഈ ഐ തിങ്ക് ഇത് ഒരു അത്ഭുതം. എനിക്ക് ഇതെല്ലാം സോ ലവ്ലി, സോ ബ്യൂട്ടിഫുൾ. അപ്പോ തേർഡ് ഡേ നമുക്ക് മമ്മൂട്ടി സർ എല്ലാവർക്കും സെർവ് ചെയ്തു. അത്രേ ഉള്ളൂ, ഒരു 1 or 2 ഷോട്ട്സ് ചെയ്തു സദ്യ ആൻഡ് റെസ്റ്റ് ദാറ്റ് ഡേ. അപ്പൊ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചേച്ചി സദ്യ കഴിക്കുമ്പോ എങ്ങനെയായിരുന്നു? ബിക്കോസ് ലോട്ട്സ് ഓഫ് കറീസ് ആർ ദേർ, യു ഹാവ് ടു ഈറ്റ് ഇൻ എ ബനാന ലീഫ്. അത് ഈ സദ്യ എന്ന് പറഞ്ഞാൽ എല്ലാ കൾച്ചറിലും ഉണ്ടാവും. നമ്മുടെ കൾച്ചറിൽ ഇങ്ങനെ സദ്യ കുറേ വെറൈറ്റീസ്, മേ ബി മോർ ബിക്കോസ് വെജിറ്റേറിയൻ ആയതുകൊണ്ട് വെറൈറ്റീസ് ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ സദ്യയിലെ എനിക്ക് ഒരു നമുക്ക് ആക്ച്വലി ബിക്കോസ് ഇത് കുക്കറി ഷോ എനിക്ക് പറയാൻ ഇഷ്ടമുണ്ട്. ഇവിടെ പുളിയിഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എപ്പോഴും കുറച്ച് സ്വീറ്റ്, കുറച്ച് സ്പൈസ്, കുറച്ച് പുളി ഇങ്ങനെ. സോ ഈവൻ ലൈക്ക് ചാട്ട്, ഐ ലൈക്ക് ഓൾ ദാറ്റ്. ഇങ്ങനെ ഞങ്ങൾ കന്നഡ ക്വീസീനില് ഗൊജ്ജു എന്ന് പറയും. ഗൊജ്ജു അതിൽ പൈനാപ്പിൾ ഉണ്ടാക്കി ചെയ്യാം, മുന്തിരി ഉണ്ടാക്കി ചെയ്യാം, ഇല്ലെങ്കിൽ കാഷ്. സോ ദ സെയിം കോൺസെപ്റ്റ്, കുറച്ച് സ്വീറ്റ്, കുറച്ച് പുളി, കുറച്ച് ഇത്. സോ എനിക്ക് ഇറ്റ് വാസ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് ലൈക്ക് you want to do that. Correct. So it was the same concept. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇവിടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. ഒരു ഫസ്റ്റ് ഫിലിമിൽ തന്നെ ചേച്ചി യു ഗോട്ട് ദി സ്റ്റേറ്റ് അവാർഡ്. ആൻഡ് വാട്ട് വാസ് ദി ചേഞ്ച് ഇൻ യു? ആക്ച്വലി സത്യം പറഞ്ഞാല് ഐ വാസ് വെരി കോൺഫിഡന്റ് ഓഫ് മൈസെൽഫ്. ഇപ്പൊ കോൺഫിഡൻസ് ഇല്ല. സോ ഐ തോട്ട് സ്റ്റേറ്റ് അവാർഡ് ഞാൻ അപ്പോ വിചാരിച്ചു കൂൾ. പക്ഷേ ഒരു 10 കൊല്ലം ശേഷം മറ്റൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പോ എനിക്ക് അതിന്റെ ട്രൂ വാല്യൂ മനസ്സിലായത്. അപ്പൊ ഐ റിയലി വാല്യൂഡ് ദാറ്റ് സ്റ്റേറ്റ് അവാർഡ്. അപ്പോ എനിക്കൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് നാച്ചുറൽ ആയിട്ട് ചെയ്തു. ബിക്കോസ് അത് എന്റെ ക്യാരക്ടറാണ്. എനിക്കൊരു മലയാളം അറിയില്ല, ഈ ക്യാരക്ടേഴ്സ് അങ്ങനെയല്ലേ. സോ നാച്ചുറൽ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് എന്താ പറയാൻ ഒന്നും മനസ്സിലാവുന്നില്ല. സോ ഞാൻ സാർക്ക് ചോദിക്കും, ലോഹിത് സർ പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പൊ സാർ പറയും just be there. അപ്പോ ചിലപ്പോ ആ ബ്ലാങ്ക് എക്സ്പ്രഷൻക്ക് നാച്ചുറൽ ആയിട്ടുണ്ടാവും. ബട്ട് ആഫ്റ്റർ ദാറ്റ് വെൻ ഐ ഡിഡ് തനിയെ പരദേശി, അപ്പോൾ എനിക്ക് ബൈ ദെൻ ഐ അണ്ടർസ്റ്റുഡ് ഈ ചലച്ചിത്ര അവാർഡ് എത്ര പ്രസ്റ്റീജിയസ് ആണ്. എനി സ്റ്റേറ്റ് അവാർഡ് ഐ വുഡ് സേ, ആൻഡ് എസ്പെഷ്യലി കേരള. ദാറ്റ് എനിക്ക് അപ്പോൾ ഭയങ്കര ഞാൻ ഐ റിലിഷ്ഡ് ദാറ്റ്. Seriously. ശരിക്കും ഇപ്പം ബീങ് എ ഡാൻസർ, ഷോ മീ എക്സ്പ്രഷൻ വിത്ത് ഓൺലി ഐസ്, നോ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഓക്കെ, ദേഷ്യം വരുമ്പോ ചേച്ചി സങ്കടം, ചേച്ചി പിണക്കം, ചേച്ചി റൊമാൻസ്, ചേച്ചി ശൃംഗാരം, ജസ്റ്റ് കണ്ണല വരണോ. സോ നൈസ്, സോ ബ്ലെസ്ഡ് ചേച്ചി. പാപ്പം കഴിക്കാമോ? ഞാൻ അമ്മ പറയുന്ന പോലെ ചോദിക്കാം, ചോറുണ്ണാമോ? ഐ മീൻ ഡിഷ് കഴിക്കാമോ? ഓ, കർണാടകത്തിലെ ഒരു വെസ്റ്റേൺ ഗാർഡ്സില് മോസ്റ്റ് പിക്ചറിസ്ക് പ്ലേസില് അന്നപൂർണേശ്വരി അമ്പലമുണ്ട്. അന്നപൂർണേശ്വരി ഷീസ് ഗോഡസ് ഓഫ് ഫുഡ്. സോ അവിടെ ആറ് പോയാലും നല്ല ഭക്ഷണം, നല്ല പ്രസാദം. മീൻസ് ജസ്റ്റ് ഇങ്ങനെ പ്രസാദമല്ല, നല്ല ഭക്ഷണം, പ്രസാദം. ബട്ട് ആ പ്ലേസ്, ആ മുഖം, ആ ഗോഡസ് കാണാൻ, ബിക്കോസ് ഉനക്ക് അന്നപൂർണേശ്വരിന്റെ കൃപ ഉണ്ട്. ബിക്കോസ് എത്ര ആൾക്കാർക്ക് ഫീഡിങ് അല്ലേ, അതിന് കാണണം.
എന്തെങ്കിലും ഒരു പണിന് പോവാം. വെൻ ഐ കം ടു ബാംഗ്ലൂർ ഐ മേക്ക് എ കോൾ. Yes. അപ്പൊ ചേച്ചി എന്നെ കൊണ്ടുപോകണം അവിടെ. Yes. ഐ വിൽ ഗോ. യെസ്. ഡെഫിനറ്റ്ലി. ദേവി അനുഗ്രഹിക്കട്ടെ. ഈശ്വര, അപ്പൊ നമുക്കിപ്പോ കഴിച്ചാലോ? ഓ മൈ പരീക്ഷണം ടുവേർഡ്സ് യു. ഓക്കെ. ഇനി ഇപ്പുറത്ത് ഒരു ചുമ. നൈസ്, ബിക്കോസ് ബ്യൂട്ടിഫുൾ. ടുഡേ ഇസ് അത്തം അല്ലേ? അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ ആയിട്ടല്ലേ? അത് മാട്ട്. കറക്റ്റ് ചേച്ചി. നമുക്കൊരു പ്രസന്റേഷൻ ഉണ്ടല്ലോ അല്ലെ, അതിലല്ലേ നമ്മൾ ഫുഡ് അട്രാക്റ്റഡ് ആവുന്നത്. ഡെഫിനറ്റ്ലി. അപ്പൊ ചേച്ചി കഴിക്കൂ, ഒന്ന് നോക്കൂ. എന്താ നീ ഇപ്പൊ പറയുന്നില്ല ഇത് എന്താണെന്ന്? ഇല്ല പറയില്ല. ആണോ? ഇത് കൂടെ ആ സത്യം വെരി ടേസ്റ്റി. താങ്ക് യു ചേച്ചി. സത്യം വെരി ടേസ്റ്റി. ദേവി, അപ്പൊ എന്തായാലും നമുക്ക് അമ്പലത്തിൽ പോവാം. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവല്ലോ. എനിക്ക് ഒരു ചോദ്യമുണ്ട്. എന്ത്? ഒരു മിനിറ്റ്, ഞാൻ ഒരു പിന്നെന്താ, ഡെഫിനറ്റ്ലി ചേച്ചി കഴിച്ചോ. വെരി ഫ്ലേവർഫുൾ റിയലി. കേട്ടല്ലോ, ലക്ഷ്മി ചേച്ചിയുടെ വിശേഷങ്ങൾ കേട്ടു. പക്ഷെ ഞാനും ചേച്ചിയും സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ സമയം പോകുന്ന അറിയത്തില്ല. ഇനിയുണ്ട് ഒത്തിരി വിശേഷങ്ങൾ പറയാൻ. അത് ലക്ഷ്മി ചേച്ചി എന്നല്ല, നമ്മുടെ മനസ്സിനോട് ചേർന്ന് വരുന്ന ആൾക്കാരായാലും ആരും നമ്മുടെ വീട്ടിൽ വന്നാലും നമുക്ക് അവരെ പെട്ടെന്ന് വിടാൻ തോന്നുകയല്ല അല്ലേ? പക്ഷെ നമുക്കിവിടെ സമയപരിധിയുണ്ട്, അത് നമ്മൾ മാനിച്ചല്ലേ ഒക്കെയുള്ളൂ. ഇനി പുതിയ ഗസ്റ്റും പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Ali's Kitchen. Let's cook with love.